ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗായ്സ്, എൻ്റെ അലേഹൊക്കെ ഡ്രസ്സ് മാറ്റി ഒരുങ്ങി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളൊന്ന് ഡ്രസ് കോഡാണ്. സീനു അതാ, അലേഹ ഇതാ, രണ്ടാൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് സമയം കുറേ വൈകിപ്പോയി. ഇപ്പോൾ ഏകദേശം 8:30 ഗൈസ്, 8:38. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണ് കെട്ടിയതിന് ശേഷം കുട്ടിയായതിനു ശേഷം ഒരു സ്ഥലത്തേക്കും ഞാൻ വിചാരിച്ച സമയത്ത് എത്തിയിട്ടില്ല. ഞാൻ എന്ത് ഉദ്ഘാടനം ആയാലും ശരി, അടിയന്തരം ആയാലും ശരി. എന്ത് സിർലാക്കോ എന്നാ അപ്പോൾ അതൊക്കെ നോക്കാം ആദ്യമോ. അങ്ങനെ ഗൈസ്, ഐബുവിൻ്റെ ആദ്യ ഉദ്ഘാടനമാണ് ഇന്ന്. ഐബുവിൻ്റെ ആദ്യ ഉദ്ഘാടനം. കഴിഞ്ഞ ഉദ്ഘാടനത്തിന് അലേഹയായിരുന്നെങ്കിൽ രണ്ടാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് ഐബക്കാണ് ഗൈസ്. ഇന്ന് ഇജാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ ഉദ്ഘാടനം എൻ്റെ കുഞ്ഞിത്താത്ത ദൈ പൊട്ടിസൂറാണ് ചെയ്തത്. ഈ ഉദ്ഘാടനം അലൻ ഐബക്ക് കിഡോപ്പി ഗൈസ്. അപ്പോൾ നമ്മുടെ കിഡോപ്പിയുടെ ഇനാഗുറേഷന് ഇറങ്ങുകയാണ്. പറമ്പിലങ്ങാടിയാണ്. കുറേ പേര് സ്ഥലം ചോദിച്ചിരുന്നു. പറമ്പിലങ്ങാടി എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ഗൈസ്. ഇന്ന് ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു തരാം അല്ലേ. അങ്ങനെ വലിയ ഗ്രാൻഡ് ഇനാഗുറേഷനൊന്നുമില്ല, ഭയങ്കര പെട്ടെന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് കടത്താൻ ബാക്കിലെ സാധനമുണ്ട് ആയിട്ട് നമ്മളെന്താക്കിയിട്ടില്ല. ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളുടെ ഫോട്ടോഷൂട്ടിൻ്റെ അന്ന് എല്ലാവരും ഒരുമിച്ചെടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അതന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിന് വിടുന്നത് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്താ പർച്ചേസ് ചെയ്യപ്പത് ഓരോ പരിപാടിക്കും ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? അലേഹ നോക്കണത് അതേമാതിരി അടിച്ചതാണ് ഞങ്ങള്. എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിളിച്ചപ്പെട്ട ഇതുണ്ടകയെ മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടിക്കുമരിനങ്കരെ. ഈ ഏലിയന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? ഇത്ര നേരത്തെ നീച്ചിട്ടും തിന്നാൻ വരെ കാർന്ന് കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം ഇവരൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയായി വരണമെങ്കിൽ നേരം കുറേ പിടിക്കും. ഇനി എന്തായാലും എല്ലാവരും സ്ഥിരം കമൻറ്റ് പോരട്ടെ. സിനു ഫ്രണ്ടിലും ഉമ്മ ബാക്കിലും. ഉമ്മക്ക് ബഹുമാനം കൊടുക്കാത്തോളെ. ഉമ്മ ബാക്കിൽ ഇരിക്കലാണ് ഏറ്റവും സുഖം. കുട്ടീനെ ബാക്കിലും കടത്തി ഇങ്ങനെ ഇരുന്നാൽ മതി. ഫ്രണ്ടിൽ എന്താ വെച്ചാൽ ഇവിടെ ഒരാള് അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും കളിക്കും ഗൈസ്. അല്ലെങ്കിൽ തിന്നെ അയാൾക്ക് പോകുമ്പോൾ സിർലാക്കാട്ട് കൊടുക്കണം ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊക്കെ ഇനി കൊടുക്കണമെങ്കിൽ അവർക്ക് 1 മണിക്കൂർ വേണം ഗൈസ്. അങ്ങനെ നമ്മൾ കിഡോപ്പിയിലെത്തി ഗൈസ്. ഇതാ കാണുന്നു, അതായത് ഇതാ കിഡോപ്പി. എവിടെ കിഡോപ്പി? ഇതാ കാണുന്നു ഗൈസ്, കിഡോപ്പി ബർഗർ ലോഞ്ചിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ കോട്ടക്കൽക്കാരൊക്കെ നോക്കി വെച്ചോളി. കിഡോപ്പി ഗൈസ്. അങ്ങനെ അലേഹട്ട ഡ്രസ്സ് നോക്കി നല്ല രസമല്ലേ? നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. അലേഖൻ്റെ പാകത്തിന് അലേഖ ഡ്രസ്സ് ഇട്ടിട്ട് കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനാഗുറേഷൻ കണ്ട സ്ഥിതിക്ക് ഇവിടുത്തെ കളക്ഷനും പാടൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ലേഡീസ് ഫസ്റ്റ് അല്ലേ. ആദ്യം നമുക്ക് ഗേള് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോയ് കാണിക്കാം. എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി കളക്ഷനാണ് നമ്മുടെ കോട്ടക്കലിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സെറ്റേഴ്സ് കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ മൊത്തം
പല കളറിലും പല ഡിസൈനിലും പല മോഡലിലുള്ള സെറ്റേഴ്സാണ്. ഇതൊക്കെ നമ്മളെ മക്കൾക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, അതായത് സിനുവിന് ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പ്രിൻട്രസ്റ്റ് വൈബാണെന്ന് പറഞ്ഞാണ്ട് എടുത്തു വെച്ചിരിക്കണേ. ഇതാ അതിൻ്റെ ബാക്കിൽ അതാ വൈറ്റ്, ഓഫ് വൈറ്റ്, ലാവൻഡർ, അങ്ങനെ ഒരുവിധം എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ്. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ്. അതായത് പണ്ടത്തെ തള്ളാർക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ടൈപ്പും ഉണ്ട്, അതൊക്കെ മോഡലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തള്ളാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള മോഡലും ഉണ്ട്. എല്ലാം കിഡോപ്പിയിലുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാം ഒക്കെ ലൈറ്റ് കളേഴ്സിൽ, അതായത് വലിയ ഡാർക്ക് കുത്തുംപുള്ളിയൊന്നും ഇല്ലാത്ത, എന്താ പറയുക, കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള സ്റ്റോക്ക് പേഴ്സണൽ കളേഴ്സാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കളേഴ്സൊക്കെ നോക്കിയേക്ക്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റോക്സ് ഇവിടെ ഉണ്ട്. ഇതന്നെ നോക്കി പ്രിൻറ്റ് വരുന്നുണ്ട്. അതേമാതിരി ഇതൊക്കെ നമ്മുടെ പുള്ളിയിൽ വരുന്നുണ്ട്. ചോക്ലേറ്റ് പണ്ടത്തെ ചോക്ലേറ്റ് കളർ സാധനം എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മക്കൾക്കാണെന്ന് പറയുമ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ സിനു പറയുന്നുണ്ട്, ഇങ്ങനത്തെ കളക്ഷനൊന്നും ഞങ്ങൾ വലിയ ഗേൾസിന് കിട്ടണില്ലല്ലോ എന്ന്. പക്ഷേ കുട്ടികൾക്കുള്ള എല്ലാ കളക്ഷനും ഉണ്ട്. അതേമാതിരി ഈ ഒരു സെക്ഷൻ മൊത്തം ബോയ്സിനുള്ള കുട്ടീസ്. ഇതൊക്കെ ബോയ്സിൻ്റെ ടീഷർട്ടുകൾ നോക്കി കണ്ടോ, അതൊക്കെ എല്ലാ കളറിലും ഉണ്ട്. ഇതൊക്കെ നല്ല ബാഗ്, ജീന്, പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. അതിൻ്റെ തന്നെ കോളർ ടൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ റെഡ് ആൻഡ് വൈറ്റിൽ, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെ കണ്ടോ, ഇത് കീറിയർക്കല്ല, ഇത് ഇതിൻ്റെ മോഡലാണ്. പക്ഷെ ഇതായത് ജീന് പാൻറ്റിക്ക് ഒരു ലൈറ്റ് ജീനിലൊക്കെ ഒരു ബ്ലാക്ക് അല്ലേ. ഈ ഒരു സെക്ഷൻ മൊത്തം നോക്കിയേക്ക് ബോയ്സിൻ്റെ ഡ്രസ്സസ്സാണ്. ഇതിൽ കുറച്ച് ലാർജൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾ പരാതി പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ വലിയ മക്കൾക്ക് കിഡോപ്പിയിൽ ഡ്രസ്സ് ഇല്ലേന്ന് ചോദിച്ചാൽ, വലിയ മക്കൾക്കുള്ള ഡ്രസ്സ് ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി ന്യൂ ബോണിനുള്ള ഡ്രസ്സും ഉണ്ട്. ഇതാ ഇനി പ്രിൻറ്റിൽ വരുന്നുണ്ട്, ചെക്കിൽ വരുന്നുണ്ട്, വൈറ്റിൽ വരുന്നുണ്ട്, ഒക്കെ എന്താണ് ഓവർ സൈസിൽ വരുന്നുണ്ട്. അതേമാതിരി ഇത് നല്ല രസം കേട്ടോ. ഇതൊക്കെ ഞാൻ നോക്കി നടന്നിരുന്ന കളറാണ്. എൻ്റെ ആൺകുട്ടി വലുതായിട്ട് വേണം എനിക്കിതൊക്കെ ഇട്ട് കൊടുക്കാൻ. ഓക്കെ, പിന്നെ അതൊക്കെ ഇപ്പോഴത്തെ മറ്റേ മാലയൊക്കെയുള്ള സാധനം എല്ലാ കളേഴ്സും ഇവിടെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണെന്ന്. ക്രിസ്മസിന് മാത്രമല്ല, ഏത് ടൈമിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതിൻ്റെ ഒരു മോഡൽ ഇതാ. അതിൻ്റെ അടുത്ത മോഡൽ അതാ, വേറൊരു മോഡൽ അപ്പുറത്ത് അതാ, ഇതാ. ഇതൊക്കെ നമ്മൾ ഈ അമേരിക്കൻ കുട്ടികൾ ഇട്ട് നടക്കണ. ഇത് ഞങ്ങൾക്ക് ഇനി കേരളത്തിലെ കുട്ടികൾക്ക് കൂടാ. ഇത് വോട്ട് ചെയ്ത ചിഹ്നോട്ടോ ഗൈസ്. അതിനൊക്കെ പാകമാവണേ ഉള്ളൂ. പിന്നെ നോക്കി ഇതൊക്കെ നോക്കിയേക്ക്, ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നോക്കിയേക്ക്. ഓഫ് വൈറ്റിലുണ്ട്, ഒരു ഗ്രേലുണ്ട്, ഇനി ബ്ലാക്കിലുണ്ട്, ഇനി ഡെനീമിൽ വരുന്നുണ്ട്. അത് നിർത്തോക്കടി. പിന്നെ അടിയിൽ മൊത്തം നോക്കിയേക്ക് ട്രൗസർ വരുന്നുണ്ട്, പിന്നെ ബാഗി പാൻസ് വരുന്നുണ്ട്. അടിയിലതാ, ഇതിനെന്താ പറയാ, അത് ഷൊട്ടറല്ല, എന്ത് അതെന്താ സാധനം നമ്മൾ ചോദിക്കാൻ കേട്ടോ. അത് ഷൊട്ടറല്ല എന്ന് ഞാൻ പറയണം, അതൊക്കെ ഡ്രസ്സാണ് മാ. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ കണ്ടോ ഡെനീമിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഡെനീം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്ക് പറ്റിയ വെറൈറ്റി കളക്ഷൻ ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്, പ്യുവർ വൈറ്റിൽ വരുന്നുണ്ട്. ഇതിനിതാ ഒരു ബാഗ്, ഇതിന് വേറൊരു ബാഗ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുകൊണ്ടാണ് കേട്ടോ ഈ സാധനമൊക്കെ ഇതുമുള്ളത്. നേരെ മറിച്ച് നിങ്ങൾക്ക് വേറൊരു ഷോപ്പിൽ പോകുമ്പോൾ ഈ സാധനം ഒന്നും കിട്ടിക്കൊണ്ടോ. ഡെനീമിൽ തന്നെ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ ബാഗ് ഉണ്ടാവും, അതിനൊക്കെ ബാഗുണ്ടോ. ഓക്കെ, ഇതിൻ്റെ തന്നെ നല്ലൊരു കളറാണ്, കാക്കി കളറ്. ഒക്കെ ലൈറ്റ് കളേഴ്സിലാട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ ഇതാ കണ്ടോ ഡെനീമിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി ഡ്രസ്സായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും മൊത്തത്തിൽ വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഷോപ്പിൽ ആൾക്കാരുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യാം അല്ലേ. രസമല്ലാതെ ഞാൻ അതിൻ്റെ തന്നെ ഈ പുറത്ത് കുറേ വരുന്നുണ്ട്. അല്ലേ നടക്കണേ. രസല്ലേ, നല്ല രസമുണ്ട് അല്ലേ. കോട്ടൺ ചീരല്ല, കോട്ട് ടൈപ്പ്. ഇതൊക്കെ തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ സാധനമാണ്. അലേക്കൊന്ന് വാങ്ങണത്. അതിൻ്റെ തന്നെ വേറെ ഇതാ ഒക്കെ ഓവർ സൈസിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ന്യൂ ബോണിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. എന്ത് അഹങ്കാരി എന്ന് പറയപ്പോൾ തന്നെ കണ്ണാടൊക്കെ ഇട്ട് കണ്ട വാങ്ങിയാലോ. നമുക്കിത് കുറേ എല്ലാ കടയിൽ പോലും ഈ സാധനം സ്റ്റോക്ക് ഉണ്ടല്ലോ.
ഇനി അത് മാത്രമല്ല ഇത്രയും സ്റ്റോക്കുണ്ട് ഇവിടെ. സ്റ്റോക്കൊക്കെ ഫുള്ള് നിറച്ച് വെച്ചിരിക്കും. ഇപ്രാവശ്യം പെരുന്നാൾക്കൊക്കെ ഫുള്ള് കിഡോപ്പിയിലെ ഡ്രസ്സാണ് മക്കൾക്ക്. ഞങ്ങളുടെയൊക്കെ ഇപ്രാവശ്യത്തെ പെരുന്നാളും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിക്കാം നമുക്ക്. ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഷോപ്പൊക്കെ നല്ല രീതിക്ക് ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതേ കളക്ഷൻസ് നമ്മുടെ പുത്തനത്താണി ഹലാമാളിലും വരുന്നുണ്ട്. ഇന്ന് മുസ്തഫാഖാൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു ഷോപ്പിൽ, കാരണം മൂപ്പര് നാട്ടിലില്ല. മൂപ്പരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എനർജി ആയിരുന്നു. എന്തായാലും ബാക്കി ജംഷീർ ഇവിടെ ഉണ്ട്, നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒക്കെ റാഹത്തായിട്ട് തന്നെ നടന്നു. ഉമ്മയും കുട്ടിയും അല്ലനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ കാണാൻ വന്നായിരുന്നു. എന്തായാലും വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ച് നമ്മളങ്ങനെ നിന്നു. എന്തായാലും ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഷോപ്പും അതേപോലെ എന്താണ് കളക്ഷനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം. പിന്നെ ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ തൃശ്ശൂർ റോഡ് പറമ്പിലങ്ങാടി, നമ്മുടെ ബർഗർ ലോഞ്ചിൻ്റെ നേരെ തൊട്ടടുത്തുള്ള കിഡോപ്പിംഗ് റോഡിൽ തന്നെ കാണാൻ കഴിയും. ഓക്കെ, മെയിൻ റോഡാണ് പോകുന്നത്. മെയിൻ റോഡ് പിന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി ആയിട്ട് മക്കളെയും പേരമക്കളൊക്കെ കൂട്ടിയിട്ട് ഇപ്പോഴത്തെ കളക്ഷൻ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വേഗം വന്നോളി. ഇതുപോലെയല്ല ഒരുപാട് കളക്ഷൻസ് നമ്മൾ സ്റ്റോക്കും വെച്ചിട്ടുണ്ട്. ഒക്കെ ഇമ്പോർട്ടഡ് ഡ്രസ്സസ്സാണ്. സിനു ഇട്ട് നോക്കണം, സിനുവിന് ഇട്ടിട്ട് മതിയാവുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഒക്കെ ഇമ്പോർട്ടഡ് ഡ്രസ്സാണ്. ഗേൾസിന് അല്ലെങ്കിൽ ബേബി ഗേളിനാണെങ്കിലും ബേബി ബോയിനാണെന്നുണ്ടെങ്കിലും ഇനി ന്യൂ ബോണിനാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാ ടൈപ്പ് ഓഫ്, അതായത് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും നിങ്ങൾക്ക് എന്തായാലും നല്ല മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്ലോത്താണ്. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ ക്ലോത്താണ് എപ്പോഴും നോക്കേണ്ടത്. നല്ല ഹൈജീൻ ക്ലോത്താണ്. പോരാത്തതിന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ യൂണിസെക്സ് ഡ്രസ്സാണ് വരുന്നത്. എന്ത് അലേഹ നോക്കട്ടെ, ഈ അത് ഊരിയിട്ട് ഞാൻ റെഡ് ഒന്നിട്. അത് രസമുണ്ട്. ആ, ഞാൻ റെഡ് ഒന്നിട് നോക്കട്ടെ. അലേഹ അതാണെങ്കിൽ സമ്മതിക്കണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷോപ്പിലോട്ട് വരിക. ഒന്നുകൂടി ലൊക്കേഷൻ പറഞ്ഞുതരാം. കോട്ടക്കൽ പറമ്പിലങ്ങാടിയിലാണ് നമ്മുടെ കോട്ടക്കലത്തെ ഷോപ്പും. ഇനി നെക്സ്റ്റ് ഷോപ്പ് നമ്മുടെ ആദ്യം തുറന്ന ഷോപ്പ് പുത്തനത്താണി ഹലാമാളിലെ സെക്കൻഡ് ഫ്ലോറിലെ കിഡോപ്പിയാണ്. എന്തായാലും രണ്ടിലും അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. അവിടെയും ഇതേ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതായത് രണ്ടിലും വ്യത്യസ്ത സ്റ്റോക്ക് ആണെങ്കിലും ഇവിടെ കിട്ടുന്ന പലതും നമുക്ക് അവിടെയും കിട്ടുന്നതാവും. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് സ്റ്റോറുകളും നമുക്ക് ഇതേമാതിരി അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു എന്ത് പെരിന്തൽമണ്ണ വരുമോ, പട്ടാമ്പി വരുമോ, എടപ്പാൾ വരുമോ, കോഴിക്കോട് വരുമോ എന്നൊക്കെ ചോദിച്ചു, കണ്ണൂർ വരുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടേക്കൊക്കെ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഓപ്പൺ ആക്കുന്നതാവും. ഓക്കെ, അപ്പം എന്തായാലും കിഡോപ്പിയുടെ വളർച്ച ഇങ്ങനെ കയറി പോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. എന്തായാലും നല്ല ഡ്രസ്സ് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് അടുത്തൊരു ഷോപ്പ് ഓപ്പൺ ആക്കാൻ പറ്റിയത്. അതെന്തായാലും ഇതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നല്ല ഡ്രസ്സ് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം അല്ലേ. അതായത് ഇമാതിരി ഡ്രസ്സ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല, അത് നമ്മളെ ഗ്യാരണ്ടിയാണ്. ഫുൾ ഇമ്പോർട്ടഡ് സാധനങ്ങൾ. ഇതാരത് തലയിൽ എന്താ ബൊമ്മക്കുട്ടിയോ? ആരത് ബൊമ്മക്കുട്ടിയോ തലയിൽ?